Hi friends, Artologന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിനേഷ്, ഐ ആം ഫൈൻ ആർട്ടിസ്റ്റ്. എന്താണ് പെർസ്പെക്റ്റീവ് ഡ്രോയിങ് എന്നും അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു മനസ്സിലാക്കി. ഈ രണ്ടാം പാർട്ട് വീഡിയോയിൽ ഏതൊക്കെ തരത്തിലാണ് പെർസ്പെക്റ്റീവ് ഡ്രോയിങ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പെർസ്പെക്റ്റീവ് ഡ്രോയിങ്ങിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ പെർസ്പെക്റ്റീവ് എന്താണെന്നും എളുപ്പത്തിൽ എങ്ങനെയാണ് അത് ചെയ്തെടുക്കുക എന്നും എങ്ങനെ എക്സസൈസ് ചെയ്യാമെന്നും നമ്മൾ കണ്ട് മനസ്സിലാക്കി. പെർസ്പെക്റ്റീവ് പാർട്ട് 2 വീഡിയോയിൽ പെർസ്പെക്റ്റീവ് രീതിയിൽ എങ്ങനെയൊക്കെ വരയ്ക്കാം എന്നുള്ളതാണ്. വീണ് കിടക്കുന്ന ഒരു മരം വരയ്ക്കണം എന്ന് വിചാരിക്കുക. മരത്തിൻ്റെ കടഭാഗം വലുതായിരിക്കും, തലഭാഗം ചെറുതായി വാനിഷിംഗ് പോയിന്റിലേക്ക് ലയിച്ചു. ഇവിടെ ഒരു ചെറിയ മരക്കമ്പ്, മരത്തിൻ്റെ തൊലിയുടെ ടെക്സ്ചർ, മരത്തിൻ്റെ തൊലിയുടെ ടെക്സ്ചർ വരുന്ന സമയത്ത് അൺഈവൻ ഷേപ്പായിരിക്കും. അകലേക്ക് പോകുന്തോറും ഈ ടെക്സ്റ്റ് അകലേക്ക് പോകുന്തോറും നമുക്ക് വളരെ അവ്യക്തമായിട്ടുള്ള രീതിയിലാണ് കാണാൻ കഴിയും. എങ്ങനെ പോയത് ഇവിടെ വാനിഷാവും. ഈ ഭാഗത്തായിരിക്കും അതിൻ്റെ ഷാഡോ വരുന്നത്. അപ്പോൾ ലൈറ്റ് ഇവിടെ നിന്നാണ് വരുന്നത്. മരം സിലിണ്ടർ ഫോമിലാണ്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ സിലിണ്ടർ ഫോം ഫീൽ ചെയ്യുന്ന തരത്തിൽ വേണം നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കാൻ. ഇത് മരം വരയ്ക്കുമ്പോൾ ഉള്ള ഒരു പെർസ്പെക്റ്റീവാണ്. ഇനി നമുക്ക്
പഴയകാല സ്കൂളുകൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ പെർസ്പെക്റ്റീവ് ലെവലിൽ ഹ്യൂജായിട്ടുള്ള നീളമേറിയിട്ടുള്ള ബിൽഡിങ്ങുകളായിരിക്കും പണ്ടുള്ള സ്കൂളുകൾ. അപ്പോൾ പഴയ കാലത്തെ സ്കൂളുകൾ എന്ന് പറയുമ്പോൾ മേൽക്കൂര ഓട് മേഞ്ഞായിരിക്കും. അപ്പോൾ നമ്മൾ വാനിഷിംഗ് പോയിൻ്റ് ഇവിടെ ഐ ലെവൽ ലൈൻ ഇവിടെ മാർക്ക് ചെയ്തു. തുടക്കക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത്തരം വാനിഷിംഗ് ലൈനിനെ കുറിച്ചും വാനിഷിംഗ് പോയിൻറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഐ ലെവലിനെ കുറിച്ചും പറയുന്നത്. നമ്മൾ കുറേ കൂടെ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരുന്നതായിരിക്കും. ഇപ്പോൾ സ്കൂൾ വരയ്ക്കുന്ന സമയത്ത് ഈ ഭാഗം വലുപ്പം, ഈ ഭാഗം ചുരുങ്ങി ചെറുതായിപ്പോയി. ഇവിടെയും സ്കൂളിൻ്റെ മേൽക്കൂര ഓട് മേഞ്ഞായിരിക്കും. വലിയ ജനലുകളുണ്ടായിരിക്കും. കാരണം ആവശ്യത്തിന് വെളിച്ചം കിടക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയും വലിയൊരു ജനൽ. പകലെ കാണുന്ന ഭാഗം നമ്മൾ അത്രയും ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇവിടെ ചെറിയ സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കും. വെളിച്ചം വരുന്നത്, ലൈറ്റ് വരുന്നത് ഈ ഭാഗത്താണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, മുകളിൽ. അപ്പോൾ ഈ ഭാഗത്ത് ഷാഡോ ആയിരിക്കും. നമ്മൾ ഏത് ഡ്രോയിങ് ചെയ്യുമ്പോഴും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ചില സമയത്ത് നമ്മൾ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് റെഫറൻസ് ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ കീ സ്കെച്ചുകൾ ഉപയോഗിക്കും, ചിലപ്പോൾ തംബ്നെയിൽ സ്കെച്ചുകൾ ഉപയോഗിക്കും. ചില ആർട്ടിസ്റ്റുകൾ ഫോട്ടോഗ്രാഫ്സുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ ഫോട്ടോഗ്രാഫ്സ് റെഫറൻസായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഉപയോഗിക്കുന്ന ഫോട്ടോഗ്രാഫ്സുകൾ നമ്മൾ കുറച്ച് നേരം നോക്കി ഇരിക്കണം. എന്നിട്ട് വേണം അത് കൃത്യമായിട്ട് അത് ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഡ്രോയിങ്ങിലേക്ക് കടക്കാവൂ. ഈ ഭാഗം കുറച്ച് ലൈറ്റ് കുറവായിരിക്കും. ഇവിടെയും ലൈറ്റ് കുറവായിരിക്കും.
നമുക്ക് ഓക്കെ. ഇപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് പിടികിട്ടി എന്ന് വിചാരിക്കുന്നു പെർസ്പെക്റ്റീവ് എന്താണെന്ന്. സ്കൂളിന് മുന്നിൽ ഒരു ഫ്ലാഗ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൊടിമരം. ഇവിടെ ചെറിയ ചെടിച്ചട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ നമ്മൾ പെർസ്പെക്റ്റീവ് ഡ്രോയിങ്ങുകൾ വരച്ചെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പെർസ്പെക്റ്റീവിനെ കുറിച്ച്. ഇനി ഞാനൊരു റഫറൻസ് വെച്ചുകൊണ്ട്, അതായത് ഞാനെടുത്തൊരു ഫോട്ടോഗ്രാഫ്സ് റഫറൻസ് വെച്ചുകൊണ്ട് ഞാനൊരു പെർസ്പെക്റ്റീവ് ഡ്രോയിങ്, അതായത് ഒരു അർബൻ സ്കേപ്പ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കും. ഈ വീഡിയോ നിങ്ങളുടെ കലാ പ്രാക്ടീസിൽ ഉപകാരപ്പെടുമെങ്കിൽ നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് Artolog വീഡിയോസ്.